സയനിസ്റ്റ് സൈന്യത്തിന്റെ വംശഹത്യ നേരിടുന്ന ഗസയിലെ ജനങ്ങൾക്ക് അടിയന്തിരമായി ആവശ്യമായ മരുന്നുകളും മെഡിക്കൽ സാമഗ്രികളും എത്തിക്കുന്നതിനായി ദുബായ് ഹ്യൂമാനിറ്റേറിയൻ പുതിയ വ്യോമപാലം ആരംഭിച്ചു. ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിലുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്നതിന്റെ ഭാഗമായാണ് ദുബായിൽ നിന്ന് സഹായ സാമഗ്രികൾ അയക്കുന്നത്. പുതിയ വ്യോമപാലത്തിന്റെ ഭാഗമായി ആദ്യ വിമാനം 11 ടൺ ആവശ്യ മരുന്നുകളുമായി ദുബായ് എയർവിംഗിൽ നിന്നും ഈജിപ്തിലെ അൽ അരിഷ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തി. C-130 വിമാനത്തിലായിരുന്നു മരുന്നുകൾ എത്തിച്ചത്. തുടർന്ന് ഇവ കരമാർഗം ഗസയിലേക്ക് എത്തിക്കും. തുടർന്ന് 3 വിമാനങ്ങൾ കൂടി മരുന്നുകൾ, ടെന്റുകൾ, പോഷകാഹാര ആവശ്യങ്ങൾക്കുള്ള ഫോർട്ടിഫൈഡ് ബിസ്ക്കറ്റുകൾ എന്നിവയുമായി വൈകാതെ പുറപ്പെടും. 4 വിമാനങ്ങളിലായി ആരംഭിച്ച ഈ ദൗത്യത്തിന്റെ ഭാഗമായി വരും ആഴ്ചകളിൽ ഗസയിലേക്ക് ഏകദേശം 150 ടൺ WHO മെഡിക്കൽ ആരോഗ്യ സാമഗ്രികൾ എത്തിക്കാനാണ് പദ്ധതി. തുടർച്ചയായ സഹായ വിതരണത്തിനായി കൂടുതൽ വിമാന സർവീസുകളും ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ദുബായ് ഹ്യൂമാനിറ്റേറിയൻ കേന്ദ്രത്തിൽ സംഭരിച്ചിരുന്ന WHO ആഗോള ലോജിസ്റ്റിക് കേന്ദ്രത്തിലെ ശേഖരത്തിൽ നിന്നാണ് സഹായ സാമഗ്രികൾ കൈമാറുന്നത്. അടിയന്തര സാഹചര്യങ്ങളിൽ വലിയ തോതിൽ സഹായം വേഗത്തിൽ എത്തിക്കുന്നതിൽ ദുബായ് ഹ്യൂമാനിറ്റേറിയന്റെ പങ്ക് ഇതിലൂടെ വ്യക്തമാകുന്നതായി അധികൃതർ അറിയിച്ചു. ഏകദേശം 40 ലക്ഷം പേർക്ക് ചികിത്സ നൽകാൻ സഹായിക്കുന്ന $1.3 മില്യൺ മൂല്യമുള്ള മരുന്നുകളും മെഡിക്കൽ സാമഗ്രികളുമാണ് ലോകാരോഗ്യ സംഘടന ഗാസയിലേക്ക് എത്തിക്കുന്നതെന്ന് WHO അറിയിച്ചു.